ഈ വർഷത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നോമ്പുതുറ ദിവസത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്താണെന്നറിയാമോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് ഈദല്ലായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ലീവായിരുന്നു. അപ്പോൾ ശ്രീഷനും ആമിക്കും പോകണ്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഒരു നേരത്തായിരിക്കും എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതൊക്കെ ശരിക്കും രാത്രി 1:30-2 മണിയൊക്കെ ആയിരിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ 10-11 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അതൊക്കെ കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയും കൂട്ടത്തിലൊരു തരിക്കഞ്ഞിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യമേ ഞാൻ ഈ 2 ഐറ്റത്തിനും വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെക്കുന്നുണ്ട്. കാരണം ബിരിയാണിക്കും വേണം, തരിക്കഞ്ഞിക്കും വേണം. നമ്മളിങ്ങനെയുള്ള പ്ലാനിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ജോലി കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഒരു പ്രാവശ്യം വറുത്ത് പിന്നെ വറുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും സമയം പോവല്ലേ. ഞാൻ ഇതുപോലുള്ള എളുപ്പത്തിലുള്ള ടിപ്സൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണയിൽ ആദ്യം കാഷ്യൂനട്ട് വറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിസ്മിസ് വറക്കാം. ഇനി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇന്നത്തെ ബിരിയാണിയിൽ നമ്മൾ വറുത്ത ഉള്ളി ചേർത്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇതെല്ലാം വറക്കലെല്ലാം ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. ഉള്ളി വറക്കുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ ആ നല്ലൊരു പരുവുണ്ടല്ലോ, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, ഉള്ളിക്ക് ആ ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മൾ മുളക് പൊടി ചേർക്കാതാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് പുതിനയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ എന്താ പറയുക, നമ്മുടെ അടുക്കളയുടെ വിൻഡോയാണ്. അവിടെ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു വിൻഡോയിൽ നിന്ന് ഞാൻ പോയിട്ട് കുറച്ച് പുതിനയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പുതിന, മല്ലിയില, പിന്നെ നമ്മുടെ പനിക്കൂർക്ക, തുളസി 2 ടൈപ്പ് ഉണ്ട്. കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ചൂട് കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ കുക്കറിൽ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുതിനയിലയും മല്ലിയിലയും കുറച്ച് കൂടുതൽ ചേർത്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളിയല്ല, പകരം തൈരാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചേക്കാം. എനിക്കൊന്ന് പുറത്ത് പോയിട്ട് വരണം. അപ്പോഴേക്കും മസാലയൊക്കെ നല്ല സെറ്റായിട്ട് പിടിച്ച് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം അങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണൊന്ന് വേവിച്ചെടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന അരി എടുത്ത് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം അരിയൊക്കെ കുതിർന്ന് കിട്ടുമ്പോഴത്തേക്കും ബിരിയാണി നല്ലൊരു സെറ്റായിട്ട് കിട്ടുമല്ലോ. അതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ തരിക്കഞ്ഞിയുടെ പണിയൊക്കെ തുടങ്ങി. പല രീതിയിൽ എല്ലാവരും ഉണ്ടാക്കുമല്ലോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചെറിയ ഉള്ളി ഒരു 10 എണ്ണത്തോളം എടുത്ത് അരിഞ്ഞ് അത് നെയ്യിൽ വഴറ്റി കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് ഒരു 3-4 സ്പൂൺ റവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിക്കുന്നുണ്ട്. പാൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നാണെന്നറിയാമോ, അല്ലെങ്കിൽ അങ്ങ് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ആദ്യം വെള്ളം ചേർത്തിട്ട് പിന്നെ റവ ചേർത്ത് പഞ്ചസാര ചേർത്തിട്ട് പിന്നെ പാല് ചേർത്തിട്ട് നമ്മുടെ ലൂസിന് ആവശ്യം അനുസരിച്ചിട്ടുള്ളത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ചൂടോടുകൂടി സെർവ് ചെയ്യണേ. ആമിക്കാണെങ്കിൽ ഈ ഉള്ളി ചേർത്താൽ ഒട്ടും ഇഷ്ടമല്ല. ചിലപ്പോഴാണെങ്കിൽ ഞാൻ ക്യാരറ്റൊക്കെ സ്ലൈസ് ചെയ്തൊക്കെ ചേർത്ത് പല രീതിയിൽ ഉണ്ടാക്കാമല്ലോ. ബിരിയാണിക്കുള്ള ചോറ് ഞാൻ വറ്റിച്ചെടുക്കുമായിരുന്നു. ചില സമയം നമ്മൾ ഊറ്റിയിട്ട് അങ്ങനെ ദം ചെയ്യാറുണ്ടല്ലോ. ഇത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുമായിരുന്നു. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദം ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ പാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് 2 ലെയറായിട്ട് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും മല്ലിയിലയും എല്ലാം ചേർത്തിട്ട് ലെയർ ചെയ്തിട്ട് ദം ചെയ്ത് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് മഞ്ഞളും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു കളറിന് വേണ്ടിയിട്ട് അതും ചേർത്തു. മുകളിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് വേവിക്കാൻ നേരത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മേളിൽ ദം ചെയ്യാൻ നേരത്തോടെ ഇട്ടിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ദം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ക്യാരറ്റ് സലാഡും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ചോപ്പറിൽ നല്ല പൊടിയായിട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തൈരും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വേണമല്ലോ. കാരണം എപ്പോഴും അല്ലെങ്കിൽ സവാള വെറുതെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെയൊക്കെയാണല്ലോ സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്യാരറ്റൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിലും ഇങ്ങനെ സലാഡ് ആക്കുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നും. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ട്യൂബ്ലിയിലായിരുന്നു പോകേണ്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും
ഈ സ്നാക്സും സലാഡുകളും ജ്യൂസും എല്ലാം അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടുപോയ ഫുഡെല്ലാം എടുത്തു വെച്ചു. പക്ഷേ അപ്പോൾ എല്ലാം കഴിച്ചില്ല കേട്ടോ. എന്നാന്നോ നമുക്ക് വൈകിട്ട് 2 പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ പാലപ്പവും ചിക്കൻ സ്റ്റൂവും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. തിരക്കായിപ്പോയി. 2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണ്ടേ. പിന്നെ അവിടെ ചെന്നിട്ട് ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചു. പക്ഷേ ഞങ്ങൾ രാത്രിയിൽ 12:30 കഴിഞ്ഞിട്ടാണ് ഈ ബിരിയാണി കഴിച്ചത്. കാരണം നമ്മൾ ചെറുതായിട്ട് സ്നാക്സും പാലപ്പവും ഒക്കെ കഴിച്ചിട്ട് പ്രോഗ്രാമിന് പോയി. 2 സ്ഥലത്തെയും പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ലൈറ്റായിട്ട് കഴിച്ചു വിട്ട് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ. ടേസ്റ്റ് ഉണ്ടെന്ന് പറ, അടിപൊളിയാന്ന് പറ. പറഞ്ഞു പറയിപ്പിക്കുക ബിരിയാണിയുടെ ടേസ്റ്റ്. എന്നാലും കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും. പാലപ്പവും ചിക്കൻ സ്റ്റൂവും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എന്താണോ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയത് എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് നല്ല തിരക്കിലായിപ്പോയി. ശരിക്കും അത് മിസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാലപ്പവും സ്റ്റൂ ആണ്. നല്ല ചിക്കൻ സ്റ്റൂ ആയിരുന്നു സ്മിത ഉണ്ടാക്കിയത്. അങ്ങനെ ചെറിയ രീതിയിലൊരു നോമ്പുതുറ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നേരെ ഓറയിലേക്ക് പോയി, ആമിയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക്. അവിടെ ഇന്നൊരു പോപ്പപ്പ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റോളുകൾ ഓറയുടെ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ്, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്. കൂടുതൽ ഫോറിനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, മലയാളികൾ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിക്കാണ് പോയത്. അതല്ലേ രസം, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഒരു വണ്ടിയിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ വണ്ടി 7 സീറ്റർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ലാവിഷായിട്ട് ഒരുമിച്ച് പോകാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഓറയിൽ പോയി. അവിടെ ചെന്നപ്പം ഇങ്ങനെ പുറത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആമി അവിടെ നിന്ന് പോകുന്നില്ല. നാടകം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ മാത്രമാണ് പോയത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഓറയിലാണ്. ഇപ്പോഴത്തെ ഒരു നല്ല ക്ലൈമറ്റും അവിടുത്തെ ചെടികളും പുറത്തെ ആ ഒരു ഗ്രൗണ്ടിൽ ഇതാണ് കേട്ടോ ആമിയുടെ ഡാൻസ് ക്ലാസ്. അതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു രസമായിരുന്നു. കൂടുതൽ ഫോറിനേഴ്സായിരുന്നു അവിടെ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തും എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് കറക്റ്റ് നമ്മൾ അതിനടുത്ത് തന്നെയാണ് പ്രതിഭയുടെ ഇപ്പോഴത്തെ ഓഫീസ്. അങ്ങോട്ടേക്ക് പോയി, വണ്ടിയിൽ പോകണം. അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ചെന്ന് നാടകം കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. മാർച്ച് 27 നാടക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു നാടകമായിരുന്നു. പക്ഷേ ഇന്നത്തെ നാടകത്തിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാട്ടുപുഴ ഗോപനുണ്ടല്ലോ, ഈയിടെ അമ്മയും മക്കളും കൂടെ തല്ലിക്കൊന്ന് സമാധിയാക്കിയെന്ന് പറഞ്ഞ് ആറാട്ടുപുഴ എന്താണ് ഗോപൻ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും സ്വാമി എന്നൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ കുറേ കള്ളത്തരങ്ങളൊക്കെ ഇതിനകത്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നാടകം കണ്ടിട്ട് ആമിയുടെ അടുത്ത് ചെന്ന് അവളെ കൂടെ കൂട്ടിയിട്ട് നേരെ ട്യൂബിലേക്ക് പോയി സ്മിതയുടെ ഒക്കെ വീട്ടിൽ ചെന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു ഗൗൺ എനിക്ക് ബർത്ത്ഡേക്ക് സുരക്ഷിതം വാങ്ങിച്ചു തന്നാ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും രാത്രി 1:30 ആയിരുന്നു. അച്ഛനും മോളും കൂടെ കഥയും പറഞ്ഞ് പുറകെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എന്താ പറയുക, റീൽ വീഡിയോ ആയിപ്പോയി, എല്ലാം മറന്നുപോയി. പ്രോഗ്രാമിൻ്റെ എല്ലാം തിരക്കിൻ്റെ ഇടയ്ക്ക് ലോങ് വീഡിയോ ആണോ ഷോർട്സ് ആണോ ഇടുന്നതെന്നുള്ള വിവരമേ എനിക്ക് വിട്ടുപോയി. അങ്ങനെ പറ്റിപ്പോയതാണ്, വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേര്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.